ഹായ് ഫ്രണ്ട്സ്, അനസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം എന്നോട് കുറേ ആൾക്കാരായി നീ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അതിനു മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് YT സ്റ്റുഡിയോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് YT സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത കാരണം അപ്ഡേറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോസും അതിന് വന്നിട്ടുള്ള കമൻസും വ്യൂസും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് മുകളിൽ കാണുന്ന പ്രൊഫൈലിൻ്റെ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ കാണുന്ന ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ദാ അക്കൗണ്ട്സ് എന്നുള്ളതിൻ്റെ നേരെ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇമെയിലോ ഫോൺ നമ്പറോ വെച്ചിട്ട് സെൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളിടത്ത് ഫോർ മൈ സെൽഫ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പാൻ്റെ പേരാട്ടോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണോ ജനിച്ചത് ആ ഒരു വർഷം, മാസം, തീയതി അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. മെയിലാണോ ഫീമെയിലാണോ ഏതാ നിങ്ങളെ ജെൻഡർ വെച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഗൂഗിൾ 3 ഇമെയിൽ ID ആണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മൂന്നാമത്തേത് യുവർ ഓൺ അഡ്രസ്സാണ്. നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിൾ നിർദ്ദേശിക്കുന്ന 2 ID-ത്തെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തിട്ട് ഓക്കെ സൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഞാനിപ്പോൾ അക്കൗണ്ട് ഉള്ളത് കാരണം അതൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് യൂട്യൂബിൻ്റെ അടിയിലെ സെൻറ്ററിൽ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓർ ലൈവ് എന്ന് കാണിക്കും. വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ലൈവ് പോകാനാണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് പോണത്, അത് കാരണം വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാലറിയിലുള്ള മുഴുവൻ വീഡിയോസും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വീഡിയോക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രൈവസി എപ്പോഴും അൺലിസ്റ്റഡ് കൊടുക്കണം, ഡയറക്റ്റ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യരുത്. അത് നമുക്ക് YT സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഇനിയും എഡിറ്റ് ചെയ്യാനുള്ളതാണ്. അതിനുശേഷം നമുക്ക് ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പട്ടാമ്പി എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എവിടെയാണോ ആ പ്ലേസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അപ്ലോഡ് എന്നുള്ള മുകളിൽ കാണുന്ന അപ്ലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നേരെ YT സ്റ്റുഡിയോയിലേക്ക് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 49% അപ്ലോഡായിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കാണാം നോ വ്യൂസ് എന്നാണ് കാണിക്കുന്നത്, കാരണം ഇത് YT സ്റ്റുഡിയോയിലേക്കാണ് അപ്ലോഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് YT സ്റ്റുഡിയോ ഓണാക്കി നോക്കാം. അപ്പോൾ YT സ്റ്റുഡിയോയിൽ ഇതാ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ ടൈറ്റിൽ നിന്നാണ് ഹെഡ്ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് ഓൾറെഡി. ഇനി നമുക്ക് അതിന് മുകളിൽ കാണുന്ന പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇനി ടൈറ്റിലിന് എന്തെങ്കിലും മാറ്റം മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ അവിടെ മാറ്റിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാനിപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ടാഗ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ആഡ് ടാഗ്സ് എന്നുള്ളത്. അവിടെ നമുക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാഗുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടാഗുകൾ കൊടുക്കുന്നതല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഞാനിപ്പോൾ ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ എന്നുള്ളതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരുപാട് ടാഗുകൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീഡിയോ ആളുകൾ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് ആ വീഡിയോ കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടാഗുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ ടാഗ് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അൺലിസ്റ്റഡ് എന്നുള്ളത് പബ്ലിക് ആക്കും.
ഇനി നമ്മൾ പബ്ലിക് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് തന്നെയാണ് എത്തുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ പെൻസിലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് യൂട്യൂബ് 3 തംബ്നെയിൽ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആദ്യത്തെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കസ്റ്റം തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസ് നമുക്ക് തംബ്നെയിലായിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിലുള്ളത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം സേവ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിൽ പബ്ലിഷ് ആവുന്നതായിരിക്കും. യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്